മരിച്ചവരുടെ രക്ഷാധികാരി എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യാൻ ആൾക്കാർ. അവർക്കും അവരുടെ കുടുംബത്തിനും നല്ല കാര്യമായിട്ടാണ് അവർ നമ്മൾ അംഗീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ബോഡി ഇവിടുന്ന് മരിച്ച് നാട്ടിലെത്തിച്ചാൽ അവർക്കും കുടുംബത്തിനും സമാധാനമാവും. തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കാരണമാണ് പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അതിനുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ ലാസ്റ്റ് ഘട്ടത്തിലല്ല നമ്മളെ വിളിക്കുക, ഒരു ഇതില്ലാണ്ടാകുമ്പോൾ വിളിക്കുക. 38 രാജ്യങ്ങൾ 16,000 മയ്യത്ത് കയറ്റിട്ടുണ്ട്. ഇത്രയും മൃതദേഹങ്ങൾ നമ്മൾ കയറ്റി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലൊരു വലിയൊരു എഫേർട്ട് ഉണ്ട്. UAE ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയോറിറ്റിയാണ് ആത്മഹത്യ ചെയ്താലും അല്ലാണ്ട് വെച്ചാൽ എങ്ങനെയായാലും ഏതുതരം ചാരിറ്റി ആണെങ്കിലും ഏതുതരം സാമൂഹിക പ്രവർത്തകനാണെങ്കിലും തന്നെ അതിനൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വിവാദം. 100% നല്ലൊരു ചെയ്യുന്ന ആളിൽ എതിർപ്പുണ്ടാവും. 600 ദിർഹംസിന്റെ പെട്ടിക്ക് 1800ഓളം. ഇത് UAE നിങ്ങൾ ഇവിടെ തട്ടിപ്പടുത്ത് 1-2 ദിവസം നടത്തും. ഇത് UAE ഗവൺമെന്റ് ലേലം പിടിച്ചെടുക്കുന്ന ആൾക്കാരെ പെട്ടെടുക്കുന്നു, ഒരു ബില്ല് കൊടുക്കുന്നു. അതൊക്കെ ഒരു സംഭവം നടക്കൂല. നാട്ടിൽ നിന്നൊരു മീഡിയ കൊടുത്ത് മരിച്ചു കഴിഞ്ഞാൽ ഇവരെ കിഡ്നിയും ലിവറും എടുത്തിട്ട് ഫ്രീ ആയിട്ട് കയറ്റി വിടാം. മരിച്ചു കഴിഞ്ഞ ഒരുത്തൻ്റെ ലിവറും കിഡ്നി എന്തിനാ പറ്റാതെ ലോകത്തുള്ള ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതുപോലെ മൃതദേഹം ഇവിടുന്ന് കയറ്റി വിടുന്ന ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അത്തരം ആളുകൾ ഇത് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കുക ലൈസൻസ് ഉള്ളവരാ ഒരു ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനവും കാര്യമൊക്കെ എടുത്ത് വെറുതെ ചെയ്ത് കൊടുക്കില്ല. ഒരു വ്ളോഗർ മരിച്ചതായി ബന്ധപ്പെട്ടൊക്കെ റിഫാമാണ് ഇവന് വേറൊരുത്തനൂടെ കുത്തിപ്പൊത്തിച്ച് എന്നിട്ട് ഇവിടുന്ന് ഈ പെണ്ണിനെ കയറ്റി വിട്ടിട്ട് നാട്ടിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇവിടെ ഗവൺമെന്റ് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞേ ഇവർക്ക് ഒരു മനുഷ്യനോട് ഒരു മനുഷ്യത്വം അതിന് ഏത് ജാതി ആയിക്കോട്ടെ. ഈ യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ ഇത്തരം മൃതദേഹങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയോ? യുദ്ധം വന്നു അന്നു ഇന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. സ്വാഭാവികമായ മരണമല്ലാതെ ഈ ക്രൈം റിലേറ്റഡ് മരണങ്ങൾ പ്രവാസികൾക്കിടയിൽ കൂടുന്നുണ്ടോ? ഇപ്പോൾ കൂടുന്നുണ്ട്. ഈ ഒരു പ്രതിഫലം ഇല്ലാതെ ഇതിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ ആൾക്കാർക്കൊരു പുണ്യം, ഇതുപോലൊരു പുണ്യം നമ്മൾ വേറെ ചെയ്യാനില്ല. ഡീകോഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി. സ്വാഗതം. അഷ്റഫ് കയ ഒരുപക്ഷെ GCCയിൽ അല്ലെങ്കിൽ ദുബായിലുള്ള UAEയിലുള്ള പ്രത്യേകിച്ച് ആളുകൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. മരിച്ചവരുടെ രക്ഷാധികാരി എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യാൻ ആൾക്കാർ. ആ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അത് ആളുകൾക്ക് ഒരു ഇത് പറയുമ്പോൾ ചെയ്യുമ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനും നല്ല കാര്യമായിട്ടാണ് അവർ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു ബോഡി ഇവിടുന്ന് മരിച്ച് നാട്ടിലെത്തിച്ചാൽ അവർക്കും കുടുംബത്തിനും സമാധാനമാവും. അവരടക്കം ചെയ്യുന്നവരെ ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും ഭക്ഷണം കഴിക്കണം ആൾ നമ്മളാണെങ്കിലും അത് തന്നെ അവസ്ഥ. അത് അവർക്ക് പ്രവാസികളെ സംബന്ധിച്ച് നല്ലൊരു ഇതായി എനിക്ക് തോന്നിയത്. ഇതുവരെ ചെയ്തതും അങ്ങനെ തന്നെയാണ്. മുമ്പോട്ട് ചെയ്തും കൊടുക്കും. എന്നോട് കയ്യിൽ നിന്നെടുത്ത് ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പേരിൽ ഭയങ്കര പ്രൗഡാണ്. എങ്ങനെയാണ് പ്രവാസം ഒരു പ്രവാസം തുടങ്ങിയ ഒരു ഘട്ടം ഓർമ്മിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഒരു 30 എത്ര വർഷമായി പ്രവാസം? 28 വർഷം ഇവിടെ ആദ്യം സൗദിയിലായിരുന്നു. ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 28 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിലധികമായിട്ട് ജീവിതം മാറ്റി നൽകുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നാടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. എങ്ങനെയാണ് ഈ പ്രവാസത്തിലേക്ക് എത്തപ്പെടുന്നത്? ഞാൻ ആദ്യം ഞങ്ങൾ നാട്ടിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഏട്ടൻ ഞങ്ങളോട് ഷെയറായിട്ട് ലോറി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ പശുപ്പണം സൗദിയിലാണ് പോയത്. സൗദിയിൽ പോയിട്ട് 4 വർഷം വരെ അവിടെ നിന്ന് അവിടെ ഒരു ജർമ്മൻകാരെ കമ്പനിയിൽ ഈ കോൺക്രീറ്റിൻ്റെ കമ്പനി. പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഉപ്പാവ് സുഖമുണ്ടായി ഒരു വർഷം നാട്ടിൽ നിന്ന് പിന്നാണ് UAEക്ക് വന്നത്. വന്ന അജ്മാലിൽ ഫ്രീ സോണിൽ വണ്ടിയിലായിരുന്നു ഡ്രൈവറായിട്ട്. അവിടുന്ന് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു പള്ളിയിൽ ഇമാമുണ്ടായി അവിടെ. അയാൾ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയി ഷാർജയിൽ. അപ്പോൾ അവർ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ 2 പയ്യന്മാരാണ് കരയുന്നത് പുറത്ത്. ഞാൻ എന്തായാലും എനിക്കും അത്ര ലൈസൻസും കാര്യമൊക്കെ എടുക്കുന്നേ ഉള്ളൂ. വിസയിലായിരുന്നു അല്ല വിസ. അങ്ങനെ ഓലോട് അങ്ങനെ അച്ഛൻ മരിച്ചാൽ അറിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടാ. അന്ന് മൊബൈലൊന്നുമില്ല, ഈ പേജറാണുള്ളത്.
അങ്ങനെ 3-5 ദിവസം നിന്ന് ആ ബോഡി കയറ്റി വിട്ട്. പിന്നെ രണ്ടാമത് പിന്നെ ഒരാളങ്ങനെ സാഹചര്യം ബംഗ്ലാദേശിനെ വിട്ട്. അങ്ങനെ ഇപ്പോൾ 10-16 ബോഡി കയറ്റി വിട്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഉം. ആകസ്മികമായിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തപ്പെടുകയാണ്. ആണ് എത്തപ്പെട്ട. പിന്നീട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കാരണമാണോ പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അല്ല, പിന്നെ ആളുകളൊക്കെ വിളിക്കും. ഇത് എല്ലാവർക്കും ഇത് ഓർമ്മ ഉണ്ടാവില്ല. അതിനുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ ലാസ്റ്റ് ഘട്ടത്തിലല്ല നമ്മളെ വിളിക്കുക. ഒരു ഇതില്ലാണ്ടാകുമ്പോൾ വിളിക്കുക. അന്നൊന്നും ഒരാളൊരു സഹായം ചെയ്യാനില്ലായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങി. ഇപ്പോൾ ഏറെക്കുറെ ഒരു 10-16 മയ്യത്ത് കയറ്റിവിട്ടിട്ടുണ്ട്. അത് എത്ര നാഷണാലിറ്റി ആണെന്ന് പറയാൻ പറ്റും? 38 രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ. കൂടുതലും സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക. ഈ ഇത്രയും മൃതദേഹങ്ങൾ നമ്മൾ കയറ്റി അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു എഫേർട്ടുണ്ട്. ഒരു മൃതശരീരം നമ്മൾ ഇവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു വലിയ എഫേർട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആത്മഹത്യ അല്ലെങ്കിൽ, ആത്മഹത്യ ആണെങ്കിൽ അതെന്താണ് പ്രൊസീജിയർ? പിന്നെ ആത്മഹത്യ അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ വ്യത്യാസമുണ്ടോ? എന്താണ് യു എ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയോറിറ്റിയാണ് ആത്മഹത്യ ചെയ്താലും. അല്ലാണ്ട് വെച്ചാൽ എങ്ങനെ ആയാലും ഇവർക്ക് ഒരു ഹോസ്പിറ്റൽ വെച്ചാൽ പെട്ടെന്ന് ഫോറൻസിക് ഒഴിവായി കിട്ടും. അല്ലാത്തതിനൊക്കെ ഫോറൻസിക് ചെയ്യും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ യു എ ലോകത്ത് തന്നെ ഒരു മാതൃകയാണ് യു എ. കാരണം ആദ്യമൊക്കെ ഞാനൊക്കെ ഇതിൽ ഇറങ്ങുമ്പോൾ 10 ദിവസം 15 ദിവസമായിരുന്നു ഒരു ബോഡി ഏറ്റിടാൻ. അങ്ങനെ ലോഡിയായി എല്ലാം പിന്നെ പരിചയപ്പെടുമ്പോൾ എവിടെ ഒരു ടോക്കൺ വരെ ഇതിനെടുക്കണ്ട. യു എ ഗവൺമെൻറ്റിൻ്റെ എവിടെ എടുക്കണ്ട. എന്തൊരു ഇതുണ്ടെങ്കിലും അപ്പം തന്നെ ചെയ്തു തരുന്നൊരു ഇതാണ്. പിന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം ഇതൊന്നും പൈസൻ്റെ ഒരു സംവിധാനമില്ല. യു എ ഗവൺമെൻറ് ഒരു മരിച്ച ആളിന് ഇന്ത്യക്കാരായാലും അമേരിക്കക്കാരും ഒക്കെ ഒരു നിയമമാണ്. ഒരാൾക്കൊരു വ്യത്യാസമില്ല. ഒരു മയ്യത്തിനോടുള്ളൊരു പ്രാധാന്യം കൊടുക്കും. അങ്ങനെയുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണല്ലോ ചെയ്തു പോകുന്നത്. എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അഷ്റഫ്ക്കയുടെ യഥാർത്ഥ ജോലി എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ആദ്യം കമ്മിയിലായി. ഞാൻ പിന്നെ വർക്ക്ഷോപ്പുണ്ടായി, 2 വർക്ക്ഷോപ്പുണ്ടായി. അതിലൊരു വർക്ക്ഷോപ്പ് ചെറിയ വണ്ടിൻ്റെ പെയിൻറ്റിങ് അത് ഒഴിവാക്കി. ഇപ്പോൾ വേറെ വർക്ക്ഷോപ്പിൽ 5-12 വണ്ടി ഉണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ. ഇപ്പോൾ ഒരു 7 വണ്ടി ഉണ്ട്. അപ്പോൾ അതാണ് വരുമാന മാർഗം. ആദ്യം നല്ല പൈസ ഇട്ടാൽ അത് നല്ല പണി ഉണ്ടായി വണ്ടി. ഇപ്പോൾ കുറേ സ്ഥലത്ത് ഡ്രൈനേജ് ലൈവ് വന്നിട്ട് പണി വരും. എന്നാലും ദൈവം സഹായിച്ചിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രവാസം എപ്പോഴെങ്കിലും ഇങ്ങനെ തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പ്രവാസി ആയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നതാകുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം വേറൊരു വഴിക്ക് പോകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ആദ്യം ഒരു താല്പര്യം പ്രവാസിയാൻ തന്നെ ആയിരുന്നു. നാട്ടിൽ ഗൾഫ് പ്രവാസിയാൻ തന്നെ മനുഷ്യന്മാരൊരു ഉപകാരം ചെയ്ത് ലോകത്ത് ജീവിക്കും. വെറുതെ മനുഷ്യന്മാർ ലോകത്ത് ദൈവം പഠിച്ചിട്ട് കാര്യമില്ല. ആർക്കും ഒരു ഉപകാരം, ഭൂമിക്ക് ഭാരമായിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആദ്യമുണ്ട്. ഞങ്ങൾ 9 മക്കളാണ്. എൻ്റെ ഒപ്പിയൊന്നും ഗൾഫിൽ വന്നിട്ടല്ല ഞങ്ങൾ പോയിട്ട് നാട്ടിൽ തന്നെ ജീവിച്ചതാക്കി. അപ്പോൾ ഈ സാഹചര്യം കാരണം തന്നെയാണ് പ്രവാസി ആണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, എല്ലാവരും സാധാരണ ആൾക്കാരെ പോലെ തന്നെ അങ്ങനെ വന്നതാണ്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഇപ്പോഴും ആദ്യം ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എല്ലാവരും അധ്വാനിക്കാൻ പോകും. അങ്ങനെ ഏട്ടന്മാരൊക്കെ ജോലിക്ക് പോയി. അതിനോട് വലിയ ബുദ്ധിമുട്ട് കാര്യം അധ്വാനിച്ച് ജീവിക്കായിരുന്നു. കുടുംബം പണ്ട് 3 മക്കളും ഭാര്യ. എന്താ ചെയ്യുന്നത്? മോന് എഞ്ചിനീയറാണ് അബുദാബിയിൽ പെട്രോൾ കമ്പനിയിൽ. ഓക്കെ. ബാക്കിയുള്ള മോള് MBA പഠിക്കുന്നത്. മോന് 8ാം ക്ലാസ്. ഈ അഷ്റഫ്ക്കയുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ നോക്കുമ്പോൾ ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ഒരു പുസ്തകം ആക്കിയിട്ടുമുണ്ട്. ആ പുസ്തകം മമ്മൂട്ടിയെ കൊണ്ടൊക്കെ എനിക്കൊന്ന് പ്രകാശനം ചെയ്യിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ആ പുസ്തകത്തിൻ്റെ ഞാൻ ഒരു ദിവസം ഒറീസയിലെ ആദ്യം ബോഡിയുടെ കൂടുതൽ ആൾ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് അതിൻ്റെ ഒരു സംവിധാനമില്ല. അപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഞാൻ പോയിക്കുന്നത് ബോഡിയായിട്ട് ആൾക്കാർ എത്തിച്ചു കൊടുക്കും. അതിന് കൗൺസിലേറ്റിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളും കൗൺസിലേറ്റ് തരുമായിരുന്നു. ഓക്കെ. അങ്ങനെ ഒറീസയിൽ പോയ ദിവസം അവിടെ പോയിട്ട് വന്നു. അതായത് യാത്ര ചെയ്യണം. ബോഡിയുടെ കൂടെ പോകണം. ഏതാണ് അവരുടെ രാജ്യം? അവിടെ പോകണം. ഓക്കെ. ഇന്ത്യക്കാരെ പോവാം, പുറമുള്ള രാജ്യങ്ങൾ പോകില്ല. അങ്ങനെ അവിടെ പോയി ഒറീസയിൽ പോയ ദിവസം അവിടെ എത്തിയാലേ ഫോൺ ചെയ്ത്. അവിടെ എത്തിയപ്പോൾ ഒരു അഡ്രസ്സും ഫോണൊന്നുമില്ല. ഒരു ഫോൺ എടുക്കില്ല.
അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് ആൾ കൊണ്ടുപോയി എന്നോട് ഒരാൾ നിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ പോലീസിന് ഒരു ഭക്ഷണം പോലത്തെ തരും 2 ദിവസം അവിടെ നിന്ന്. അങ്ങനെ ഒരാൾ ഒരു M80 വണ്ടിയില്ലേ ഈ പാല് കൊണ്ടുപോകണേ അതിൻ്റെ വണ്ടി ഇങ്ങനെ ആട്ടും കൊണ്ടും വന്നു. അപ്പോൾ ഞാൻ 2 ദിവസം ഞാൻ മെസ്സേജ് സാറേ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പറഞ്ഞ് പോയിക്കോ നമ്പറത്തൊന്ന് പോയിക്കുന്നതാണ്. ഞാൻ ഇവിടെ എത്തിയിട്ട് 2-3 മണിക്കൂറായിട്ടുണ്ട്. അന്ന് ഇവിടെ കാണുന്നത് വിളിച്ച് ബോഡി എടുത്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി അങ്ങനെ വന്നു ചോദിച്ചാൽ എന്നെ പറഞ്ഞ ഒന്നും വരലുണ്ടായി, എന്നെ അവിടെ കണ്ടിട്ടാണ് ബോഡിക്ക് വരാൻ പൈസ വേണം വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു അതാണ് ആ പുസ്തകം എഴുതി. പ്രജക്ഷൻ എന്ന് പറഞ്ഞ സിനിമ സമയം അയാളാണ് എഴുതിയ പുസ്തകം. അപ്പോൾ അതിൽ കുറേ സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതിന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് പുസ്തകത്തിലേക്ക് പോയത്. ഇപ്പോൾ ഈ അനുഭവങ്ങൾ ഒരുപാട് എഴുതുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 1-2 സംഭവങ്ങൾ ഈ ഒരു 10,000-16,000 മൃതദേഹങ്ങൾ കയറ്റിവിട്ട ഒരു അനുഭവത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അത് ഒരുപക്ഷെ അതിൽ മെജോറിറ്റിയും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിനെ ഇതാക്കുന്ന സംഭവങ്ങളായിരിക്കാം. എന്നാൽ പോലും നമ്മളൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 1-2 അനുഭവങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാം? ഒരിക്കലും മറക്കാൻ പറ്റാത്ത വെച്ചാൽ ആദ്യം ഈ ഫേസ്ബുക്കും വാട്സപ്പും ഇറങ്ങിയതിന് മുമ്പ് ആളുകൾ നോർമൽ ആൾക്കാർ ഒന്നുകിൽ അറ്റാക്ക് ചെയ്യാനും വളരെ കുറവായി മരണങ്ങളൊക്കെ. കുറവെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് മരിക്കുന്ന ആളുകളുണ്ടാവും. ഈ ആത്മഹത്യ ചെയ്യുക, ഈ കുത്തിക്കൊല്ലുക, അത് ബിൽഡിംഗ് ചാടുക, അങ്ങനത്തെ മരണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടിട്ടാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ. ഇപ്പം മെഞ്ഞാന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ട് 7-8 വർഷം, അതായത് ഭർത്താവ് ഞാനാ കയറ്റിട്ടോ തൂങ്ങി മരിച്ചായിരുന്നു. ഭാര്യയും മെഞ്ഞാന്ന് തൂങ്ങി മരിച്ചു. 1.5 വയസ്സുള്ളൊരു മകളുണ്ട് ഇവർക്ക്. ഈ ബോഡിയിലെത്തുന്ന ഇങ്ങനെ കല്യാണമാർക്ക് എന്താ അറിയാനുള്ളത് അങ്ങനത്തെ പറഞ്ഞു. ഞാൻ എല്ലാ മരണവും ബുദ്ധിമുട്ടനാണ്, പക്ഷെ ഞാൻ അത്ര ഒരു ഇതാക്കൂല. ഇതാക്കിയാൽ മതി പിന്നെ ചെയ്യാൻ കഴിയില്ല. അല്ല അങ്ങനെ ഒരു ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നടന്നതുപോലത്തെ ഒരു സംഭവം ജീവിതത്തിൽ അത്തരം വളരെ നമ്മളെപ്പോഴും ഹോണ്ട് ചെയ്യുന്നൊരു ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വളരെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു അച്ഛൻ മരണപ്പെട്ട് ആ അമ്മ മരണപ്പെട്ടു. അങ്ങനെ അമ്മ മരണപ്പെടാൻ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് ഈ അമ്മക്ക് ഒരു മോളും ഒരു മോനും ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരൻ സദാശിവൻ എന്ന് പറഞ്ഞ ആളുണ്ട്, കൂറ്റനാട്ടുകാരൻ. അയാളും ഞാനും ഫ്ലാറ്റ് പോയി പേപ്പറൊക്കെ ആയിട്ട്. അപ്പം മകളെ ഭർത്താവ് പ്രായമുള്ളതല്ല, 10-25 വയസ്സുള്ളവരാണ്. അങ്ങനെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഈ ഡോറിന് മുട്ടിയപ്പോൾ ഒരു 10-35 വയസ്സുള്ള ഒരു പയ്യൻ ഇറങ്ങി ഓടുന്നു ഡോറിന് പുറത്തൊക്കെ. ഞാൻ ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ മോളും ഈ അമ്മൻ്റെ മോളൊരു മോളുണ്ട്. ഓൾ ഭയങ്കര കരച്ച് നോക്കുമ്പോൾ ഈ അച്ഛന് ഈ നിലത്ത് കിടന്ന് മരിക്കുകയായി ഞങ്ങൾ കാണുന്നത്. അച്ഛന് മരിക്കുക. അങ്ങനെ സദാശിവട്ടനും എൻ്റെ പിള്ളേക്കാളല്ല അപ്പോൾ മനസ്സിലായിട്ട് തളർച്ച വരും. അങ്ങനെ നിലത്തൊരു ബെഡ് ഇട്ടിട്ട് അയിമ കിടന്ന് ഇങ്ങനെ പെടിയുന്നത്. അപ്പോൾ ഞാൻ ആംബുലൻസുകാരനെ വിളിച്ചപ്പോൾ ഈ മകള് പറഞ്ഞ്, ഈ അമ്മൻ്റെ മകള് പറഞ്ഞ് പോലീസിനെ വിളിക്കുന്നതാണ്. ഇതെന്താ വെച്ച് ഞങ്ങൾക്ക് ആർക്കും വിസയും കാര്യമൊന്നുമില്ല. അപ്പോൾ ആ പ്രശ്നമല്ല, പോലീസ് നമ്മൾ ചെയ്യുന്നില്ല. പോലീസ് വന്ന് ബോഡിയെടുത്ത് കൊണ്ടുപോയി. അത് അവിടെ മരിച്ചു വയ്ക്കുന്നു. അപ്പോൾ ബോഡിയെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി. പിറ്റേന്ന് പേപ്പറൊക്കെ അന്ന് പെട്ടെന്ന് കിട്ടുമായിരുന്നു പേപ്പർ. ഞാൻ ഈ മോളോട് ചോദിച്ച്, ഞങ്ങൾ അടുത്ത് വന്ന് ഡോറിന് മുട്ടിയപ്പോൾ ഒരുത്തന്നെ ഇറങ്ങി ഓടിയല്ലാറ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ മൂത്ത ആങ്ങളാന്ന് പറഞ്ഞു. എന്തിനാ ഓടിയെന്ന് ചോദിച്ചു. ഒരു 7 വർഷമായി വിസ അല്ലാണ്ട് ഇവിടെ നിൽക്കുന്നതാണ്. മരിച്ച അമ്മക്ക് അച്ഛനും 10-11 വർഷം അവർക്കും വിസ അല്ല. അങ്ങനത്തെ കുറേ ഫാമിലിക്കാർ ഇവിടെ ഉണ്ട്, പെട്ടുപോയിക്കുന്നു. അത് നമ്മളിപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ എത്ര സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ നല്ലോണം വിചാരിച്ചാൽ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയും. കാരണം കുറേ ആൾക്കാർ പബ്ലിസിറ്റി അല്ലാണ്ട് സഹായം ചെയ്ത മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ടാണ് ദുനിയാവ് നിലനിൽക്കുന്നത്. എൻ്റെ ഫോണിൽ തന്നെ ഒരു നമ്പർ കാണിച്ചല്ല, 4950 അയാളുടെ നമ്പർ. അയാൾ ഇന്ന് ജീവിതത്തിൽ ഇന്ന് ഞാൻ കണ്ടില്ല. ഒരു 10-100 ടിക്കറ്റ് ഇയാൾ തന്നിരുന്നു ഈ കുടിയെ പോലെ കയറ്റി. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഈ ഇപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും. വ്യക്തി വെച്ചത് ബുദ്ധിമുട്ട് നമ്മൾ സഹായിക്കേണ്ട. അല്ലാണ്ട് കുടുങ്ങി പോണിട്ടുണ്ടാവും. റൂമിന് വാടക കൊടുക്കാത്തവർ, ഈ സ്കൂൾ ഫീസ് കൊടുക്കാത്തവർ, പിന്നെ ഇവിടെ നിന്ന് ജോലി പോയവർ, ഓരോ നാട്ടിലെത്തിക്കുന്നതിൻ്റെ നിങ്ങൾക്ക് കടമ തന്നെയാണ്. അപ്പോൾ ഒരു സംഘടനക്കാരെ ഏറ്റെടുത്താൽ ഏതെങ്കിലും ഒരു മുതലാളിമാരെ വിളിച്ചിരുന്നാൽ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ മലയാളികൾ. പക്ഷെ അതിനൊന്നും മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുന്നില്ല. അത് ഭയങ്കര ഒരു പരാജയമാണ് ഇന്ത്യക്കാർക്ക്. ഇപ്പം ഈ പറഞ്ഞല്ലോ ഇങ്ങനത്തെ സഹായം ചെയ്യുന്ന ആളുകൾ ഇപ്പം 40-45 അല്ല 50 ടിക്കറ്റുകൾ വെറുതെ തന്ന ഒരാളെ അഷ്ടൊക്കെ കണ്ടിട്ട് പോലും ഇല്ല. ഇത് കണ്ടില്ല.
എങ്ങനെ ഇപ്പം ഇവിടെ നിങ്ങൾ മുമ്പ് വിളിച്ചാലും ടിക്കറ്റാണ് അപ്പോൾ അയച്ചു തരും, അല്ലെ പൈസ അയച്ചു തരും. എങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് നിങ്ങളെ അതുപോലത്തെ ഉള്ള ആളുകൾ എത്രയോ ആളുണ്ട്, മലയാളികൾ തന്നെ ഉണ്ട്, ഇവിടെ ബിസിനസ് നടത്തുന്നവരുണ്ട്. ഈ പർട്ടിക്കുലർ വ്യക്തി കാണാൻ ശ്രമിച്ചിട്ടില്ല ഇത്? എന്നോട് പറഞ്ഞു, എന്നോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ പക്ഷേ അസുഖം കാണണ്ട, ദൈവം കാണുന്നുണ്ട്. പക്ഷെ ഒരു ഹിന്ദു ഒരാളാണ് അയാൾ, സംസാരവും കാര്യവും കേട്ടിട്ട്. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഈ ചിലപ്പോൾ ബോഡി വെയിറ്റ് ഇടാൻ നോക്കല്ലേ ഓരോ വിളിച്ചാൽ അപ്പോൾ പൈസ കൊടുക്കും. ഇനി നമ്മൾ ഈ ഏത് തരം ചാരിറ്റി ആണെങ്കിലും ഏത് തരം സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും തന്നെ അതിനൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വിവാദങ്ങൾ ഒഴിച്ചു നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംഗതിയല്ല. പക്ഷെ അതിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രചാരണങ്ങൾ, അതായത് മരിച്ച ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്ന് അനാവശ്യമായിട്ട് കുറേ കാശുകൾ വാങ്ങുന്നു, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം വളരെ ശക്തമായിട്ട് നടക്കുന്നു. ചില ആളുകൾ പേരുകൾ പറയുന്നുണ്ട്, ചില ആളുകൾ പേര് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ സ്വാഭാവികമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനൊരു വിവാദം വന്നപ്പോൾ കുറേ പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, അത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളോട് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് പറയാൻ പറ്റും? അത് 100% നല്ലൊരു ചെയ്യുന്ന ആളിൽ എതിർപ്പുണ്ടാവും. പക്ഷെ എന്നോട് ആരും എതിർക്കില്ലായും ഈ ഒരു 2 വ്യക്തികളെ എതിർത്തിയുള്ളൂ. ഞാൻ അവരോട് അന്നും ഇന്നും ചോദിക്കുന്നതാണ്. ഒരാദ്യം പറഞ്ഞു, നിങ്ങൾ വീഡിയോ കണ്ടില്ല, ആദ്യം പറഞ്ഞ 600 ദിർഹംസ് പെട്ടിട്ടു പറഞ്ഞു. പിന്നെ പറഞ്ഞു 600 ദിർഹംസിന്റെ പെട്ടിക്ക് 1800ഓളം വാങ്ങുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. അതിനെന്താ പറയാനുള്ളത്? ഇത് UAE നിങ്ങൾ ഇവിടെ തട്ടിപ്പടുത്ത് 1-2 ദിവസം നടത്തും. ഇത് UAE ഗവൺമെൻറ് ലേലം വിളിച്ചെടുക്കുന്ന ആൾക്കാരെ പെട്ടി കൊടുക്കുന്നത്, ഒരു ബില്ലും കൊടുക്കുന്നുണ്ട്. 600 ഒരു സംഭവം നടക്കൂലാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ് ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് 4000 ദിർഹംസ് കിട്ടുന്നത്, അതാണ് അടുത്ത ആരോപണം. ഇന്ത്യൻ കൗൺസിലേറ്റ് 4000 പോയിട്ട് 4 ദിർഹംസ്, ഇന്ത്യ കാര്യമായിട്ട് പറയുന്നത്, വേറെ ആരും ഞാൻ പറയില്ല, 4 ദിർഹംസ് എനിക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് 140 കോടിയുള്ള ജനങ്ങളുടെ അടുത്ത് എനിക്ക് പ്രവാസിയെ പറഞ്ഞത് അപകടം തിരിച്ചു കൊടുക്കും. ഈ 4000 ദിർഹംസ് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ സംവിധാനം ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ 4000 ദിർഹംസിന്റെ ഒരു കഥ ഉണ്ടാകുന്നത്? ഇവർക്ക് ഫേസ്ബുക്കിൽ ആളെ കിട്ടാൻ. അപ്പൊ അങ്ങനൊരു ഫണ്ട് അലോക്കേഷൻ ഇല്ല. പിന്നെ നാട്ടിൽ നിന്നൊരു മീഡിയ കൊടുത്ത് മരിച്ചു കഴിഞ്ഞാൽ ഇവരെ കിഡ്നിയും ലിവറും എടുത്തിട്ട് ഫ്രീ ആയിട്ട് കയറ്റി വിടാണ്. മരിച്ചു കഴിഞ്ഞ ഒരുത്തൻ്റെ ലിവറും കിഡ്നി എന്തിനാ പറ്റാതെ ലോകത്തുള്ള ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തിനാ പറ്റുമോ മനുഷ്യൻ മരിച്ചാൽ? അപ്പോൾ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാകല്ലോ. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഉമ്മയോ വാപ്പയോ അച്ഛനോ അമ്മയോ നമ്മളെ നല്ലോണം പോറ്റി വളർത്തി നമുക്കൊരു ജോലിയായി കിട്ടുമ്പോൾ ഒരു മരിച്ചു. അപ്പോൾ ഈ മക്കൾക്ക് ഉള്ള ഒരു കാരണമാണ് ഇവർക്ക് നല്ലൊരു നന്മ കിട്ടുക. നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നിങ്ങൾ വാപ്പനും പിന്നെ ഇങ്ങനെ ആൾക്കാർ കമൻറ്റ് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ലേശം ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? പിന്നെ അതിന് നിൽക്കൂലേ? ഇവരുടെ കമൻറ്റിൽ എന്താ പറയുന്ന ആൾക്കാർ പിന്നെ ഇവർ പോസ്റ്റ് വിട്ടുമോ? ഇത്ര ഏത് പോസ്റ്റ് വിട്ടാലും ഇതിനെ പറ്റിയല്ല, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ അതിനും പറയുന്ന ആൾക്കാർ തന്നാ. അപ്പോൾ നമ്മളെ പറ്റിയൊരു ആൾക്കാർ ഈ കമൻറ്റിൽ ഈ ലോകത്ത് മൊത്തമുള്ള ആൾക്കാർ കാണുമ്പോൾ നമ്മളൊരു സ്വയം ബുദ്ധിയുള്ളവൻ ചിന്തിക്കുമോ? എൻ്റെ അമ്മേനെ വാപ്പനെയാണല്ലോ കവറിൽ കിടക്കുന്നത്, ഞാനെന്നാണത് എൻ്റെ ജീവിതത്തിൽ പിന്നെ പോസ്റ്റ് ഇടില്ല. എൻ്റെ ഒക്കെ ചിട്ടാ എൻ്റെ ഉമ്മൻ്റെ വാപ്പയെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ. ആ കവറിൽ കിടക്കുന്നതിനോട് ബുദ്ധിമുട്ടാക്കാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഈ ലിവറും കിഡ്നി എടുക്കാറാണ് 100% തെറ്റാ. ഒരു മരിച്ചത് ഏത് ജാതിയാണ്? ഇതൊന്നും ഒരു അന്യ സമുദായക്കാരല്ല കേട്ടോ പറഞ്ഞാൽ, അതൊന്നും ശ്രദ്ധിക്കണം. ഒരു ക്രിസ്ത്യൻസോ ഒരു ഹിന്ദുക്കളോ ഒന്നും പറഞ്ഞില്ല, ഒരു മുസ്ലിം സമുദായത്തിൽ കേട്ടോന്നായി പറഞ്ഞത് കിഡ്നി ലിവർ എടുക്കുന്നത്. അപ്പോൾ ഇസ്ലാമിനെ പറ്റി ജസ്റ്റ് പഠിച്ചോനാണ് അത് പറയുമോ? ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വാസമുള്ളവൻ പറയോ? അതിനൊരു മീഡിയക്കാരൻ ലേശം ബുദ്ധിയില്ലാത്തവന് മീഡിയക്കാരനാകും. എനിക്ക് മനസ്സിലാകുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു ഫീസ് എന്തായാലും ഉണ്ടാവുമല്ലോ ഇതിന്റെ മൊത്തം പ്രൊസീജിയർ. ഈ പൈസ ഗവൺമെന്റ് കൊടുത്തേ പറ്റൂ. അതെന്താണ്, എത്രയാണ് തുക? കറക്റ്റ് 1840 റുപ്യ ബോസിന് കൊടുക്കണം. അത് 2200 ദിർഹംസ് ഉണ്ട്. അതിലൂടെ പറഞ്ഞ്
കുറച്ചതാ 1840. അത് ഒരു 10 വർഷം മുമ്പത്തെ കഥ പറയുന്നത്. അന്നൊന്നും വരും മീഡിയം വരും. അപ്പോൾ ആ പ്രൊസീജിയർ ഒന്ന് പറയാം. 1850 റൺസ് പെട്ടിക്ക് വേണം. പിന്നെ 1290 ഇഞ്ചക്ഷന് വേണം. പിന്നെ എയർലൈൻസിന് ഓരോരോ പൈസ. ഈ ഇഞ്ചക്ഷൻ എന്താണ്? എംബാമിങ്. എംബാം. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, എയർ ഇന്ത്യ, പലതിനും പല റേറ്റാണ്. ഓക്കെ. ഓരോ ഏത് സ്ഥലത്തൊക്കെ വെച്ചാൽ ആ സ്ഥലത്ത് കുറേ സ്ഥലത്തേക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റേ പോകുള്ളൂ. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 2800 കൊടുക്കണം. പിന്നെ 255 വേറെ എയർപോർട്ടും കൊടുക്കണം. 3000 റുപ്യ പോകും. ദിവസം 2470 റുപ്യ എയർ അറേബ്യ കൊടുക്കണം. പിന്നെ എമിറേറ്റ്സിനാണോ ഒരു 4000-5000 റുപ്യ വരും. ഫ്ലൈ ദുബായ്ക്കും വരും. ഓക്കെ. ഇതാണ് ആകെ വരുന്നൊരു ചിലവ്. ഇതെല്ലാം ഗവൺമെന്റിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എയർ ഇന്ത്യ കമ്പനികളിലേക്ക് വരുന്ന ചിലവുകൾ മാത്രമാണ്. കമ്പനിക്ക് എയർലൈൻസുകാർ വേറെ, പെട്ടിൻ്റെതും ഇതും ദുബായ് ഗവൺമെൻറ്. അപ്പോൾ ഇതിനാണ് എന്താ പറയുക, പുകമറ സൃഷ്ടിച്ചുകൊണ്ട്. ഞാനിതെല്ലാം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്രയും ബോഡി കയറ്റി വിട്ടില്ലേ, എംബസിയിൽ ഫുള്ള് രേഖ ഉണ്ടാവും. ഒരാളൊരു 10,000, 500, 100 തന്നിക്കണമെന്ന് പറയാത്തത് എന്താ? ആരോ ഒന്ന് പറയുന്നുണ്ടോ? അതെ, അങ്ങനെ ആരും കാണാനില്ല. എന്താ പറയാത്തത്? എനിക്ക് പൈസ തരുന്ന ആൾക്കാർ തരുന്നുണ്ടല്ലോ, സന്തോഷം കൊണ്ട് തരുന്ന പൈസ ഇട്ടാണെങ്കിൽ എനിക്കൊരു 1,00,000 റുപ്യ മാസം കിട്ടും. സന്തോഷത്തോടുകൂടി ആളുകൾ തരുന്ന ഇതും സ്വീകരിക്കാറില്ല. ഇതുവരെ മടിച്ച് ഞാനത് പറയട്ടെ, ആരെങ്കിലും ഒന്ന് പറയാൻ ഇത്ര പൈസ കൊടുത്തിനും. പിന്നെ ഞാൻ നമ്മളെ ദുബായിലെ ഇതില്ലേ അൽറാഷി ഓഡിറ്റോറിയം, അവിടുന്ന് ഗുരുവായൂർ NRI ഫോറക്കാരൊരു 25,000 റുപ്യ തന്നിരുന്നു. സ്റ്റേജ് ഞാൻ പൈസ വാങ്ങില്ല, കവറിൽ 25,000 റുപ്യ. ഞാൻ പറഞ്ഞു പൈസ ഉണ്ടാകും, ഞങ്ങൾ ചാരിറ്റിക്കാരത്ത് കൊടുക്കുക ശ്രമം ചെയ്ത്. അപ്പോൾ ദുബായ് KMCC കൊണ്ടു കൊടുത്തു ആ പൈസ. KMCക്കാരും മരിച്ചു ഇല്ലല്ലോ, ഒരു ജീവനോടല്ലേ ഓൻ കൊണ്ടു കൊടുത്തത്. 25,000 ദിർഹംസ്. പിന്നെ ഇത് നമ്മളെ ഈ ടിക്കറ്റിന് ആരോ വിളിച്ചു ചോദിച്ചാൽ തരും. പിന്നെ എംബാമിന് പൈസ അല്ലേ, പെട്ടി പൈസ ആൾക്കാർ വിളിച്ചു, അതൊക്കെ പേർക്കൊണ്ട് എന്തായി. ഇപ്പം ഞാനത് ചോദിക്കാനില്ല, പറയാനുമില്ല. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ തന്നെ 3-4 ദിവസം അല്ലാണ്ട് ഇവിടുന്ന് പോകണമില്ല. അതൊരു ദിവസം 2 ദിവസം മതിയായിരുന്നു. ഇവർ ലിവറും കുഞ്ഞൊക്കെ എടുക്കുന്ന ആൾക്കാരെ പ്രചരിപ്പിച്ചിട്ട് ഇതിപ്പോൾ മൊത്തം എല്ലാവർക്കും അറിയുന്നത് സംഭവം. ഇതൊറ്റൊരു മലയാളിന് 1-2 ആൾക്കാർ കൊണ്ട് കിട്ടിയൊരു കോണാപ്പ് ഈ പ്രവാസികൾ മൊത്തം. അല്ല അവർ ചെയ്യുകയാണെങ്കിലും ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് ഒരു ഉൾപ്പും അന്തസ്സുള്ള ചെയ്യേണ്ടതല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ അഷ്റഫ് ഖയോ അല്ലെങ്കിൽ അഷ്റഫ് ഖ എന്നുള്ള വ്യക്തി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ മൃതദേഹം ഇവിടുന്ന് കയറ്റി വിടുന്ന ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ഉണ്ട് അല്ലേ? അത്തരം ആളുകൾ ഇത് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അതുണ്ട്. ഏജൻസിക്കാരുണ്ട്. അതുണ്ട്. അങ്ങനെ ഏജൻസിക്കാർ ഒരു ലൈസൻസ് എടുത്ത് ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്ന ലൈസൻസ് ഉള്ളവരാ ഒരു ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനവും കാര്യമൊക്കെ എടുത്ത് വെറുതെ ചെയ്ത് കൊടുക്കില്ല. സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ജർമ്മനി അങ്ങനത്തെ സ്ഥലത്ത് 25,000, 20,000 ഒക്കെ വാങ്ങുമല്ലോ, ചാർജ് ചെയ്യും. പിന്നെ എല്ലാ സ്ഥലത്തും പോകും 10, 12, 15 ഒക്കെ വാങ്ങും. അതുണ്ട്. അത് പണ്ടേ ഉണ്ട്, അതേണ്ട്. അപ്പം അതാണ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുന്ന ആൾക്കാർ. അതുവരെ പറയണ്ടേ, ആളെ പേര് അറിഞ്ഞൂടെ, പറയുന്നത് ബുദ്ധിമുട്ട്. പിന്നെ പറഞ്ഞ് എനിക്ക് കാർഗോ ഏജൻസി ഉണ്ട്, ഇന്ന് ഈ സമയം വരെ ഇല്ല, ഇവിടെ ചെക്ക് ചെയ്താറുണ്ട് കാർഗോ ഏജൻസി ഉണ്ടെങ്കിൽ. അശോക് ഖയുടെ ഇപ്പോഴത്തെ വരുമാന മാർഗം നേരത്തെ പറഞ്ഞ കാര്യം അതേ ഉള്ളൂ. വെറുതെ ആദ്യമൊക്കെ നല്ലൊരു പൈസ ഇട്ടുണ്ടായി, ഇപ്പം അത്യാവശ്യം ജീവിക്കാൻ പൈസ കിട്ടും. നമ്മൾ ഈ ഒരു പ്രൊസീജിയറിലെ ഇപ്പോൾ ചില ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ഇതിൻ്റെ പിന്നാലെ കൂടുന്ന ഒരു വലിയൊരു എഫേർട്ട് ഉണ്ടല്ലോ, ഒരു അധ്വാനം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം വാങ്ങാതെ നമ്മളിത് ചെയ്യുമ്പോൾ എന്താണ് അതിൽ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായത്? ഒരു പ്രതിഫലം ഇല്ലാതെ ഇന്നലെ ആലോചിച്ചില്ല. അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒഴിവായി പോയി കാണും. അപ്പോൾ എന്താണ് അതിൽ ഈ ഒരു പ്രതിഫലം ഇല്ലാതെ ഇതിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ ആൾക്കാർക്കൊരു പുണ്യം, ഇതുപോലൊരു പുണ്യം നമ്മൾ വേറെ ചെയ്യാനില്ല. ഉണ്ടോ? വേറെ ചെയ്യാനില്ല. പൈസ ആണ് ചെയ്യുകയാണെങ്കിൽ കോടികൾ ഉണ്ടാക്കി. ആദ്യം ഇപ്പോഴല്ലേ ഇപ്പം അറിയുന്നതൊക്കെ വരുന്നത്. ആദ്യം എല്ലാവരും ഉണ്ടോ? ഒരാളുകൾ പറഞ്ഞ് പണ്ട് ദുബായിൽ KMCയിൽ ഒരു ഉദവി ഉണ്ടാവും, ഒരു മരിച്ചു പാവം മുപ്പരായും പേരിൽ എന്തുണ്ടാകുമല്ലോ. പിന്നെ ഇപ്പോഴൊരു കുറഞ്ഞ ആൾക്കാർ അയാൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ടൊക്കെ ഏജൻസിക്കാർ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഏജൻസിക്കാർക്ക് കൊടുത്തു. നമ്മൾ തലവേനല്ലോ, വലിയ ഏതായാലും ഇത് പറയുകയും ചെയ്തില്ല. ഞാനിപ്പോൾ കയ്യിൽ നിന്ന് ഒഴിവാക്കിയാണല്ലോ. എന്താ പറ്റി? ഇവർ എന്തിനാ നമ്മൾ നല്ല ചെയ്ത് കൊടുത്തിരിക്കാൻ ചീത്തപ്പേര് നമ്മൾ എന്തിനാ നിൽക്കുന്നത്? ഇപ്പം ഇവർക്ക് ആർക്കും പറയാനില്ലല്ലോ. അല്ലെങ്കിൽ അതിന് ഒരാൾ മരിച്ചാൽ നമ്മൾ എന്തെങ്കിലും പോയി പറയുമ്പോൾ ആയിട്ടുള്ള പേപ്പർ പൊരിയിടത്തും കിട്ടായി.
ഇപ്പം ആരും പോകാനുമില്ല പറയാനുമില്ല. മരിച്ച 5 ദിവസം 10 ദിവസം കഴിയും. ഇവനെ ഗവൺമെൻറ് കൂടെ ഇവരെ ഒറ്റ വീഡിയോനെ കിട്ടി പോകണമാണ് ഇപ്പോൾ. അല്ലെ മരിച്ചവൻ്റെ ലിവറും കിഡ്നി എടുക്കുന്ന ആരോ പറയുമോ, ഇദ്ദേഹത്തിൻ്റെ അളിയൻ എൻ്റെ മരിച്ചിട്ട് അവൻ്റെ അങ്ങനെ എടുത്ത് വിട്ടിരിക്കുന്നു. ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ ആ വയ്യ പോലീസ് കൊണ്ട് ഓല മോർച്ചയിൽ വെക്കുക. പിന്നെ നമ്മൾ ആ ബോഡി കാണുന്ന എംബാമിങ് സെൻറ്ററിൽ നമുക്ക് കാണിച്ചു തരാം. കാണിക്കണോ നിസ്കരിക്കണോ പ്രാർത്ഥനക്കൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരും. പിന്നെ ആ ബോഡി ആണെന്നെ പെട്ടിയിലാക്കിയിട്ട് നാട്ടിൽ നിന്ന് അവർ തുറക്കുന്നത്. പിന്നെ നമ്മൾ കുറേ കൂടെ വെച്ചാൽ ലിവർ എടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനോ പറ്റിയത്. അപ്പം അത്രയും ചിന്തിക്കാനും ബുദ്ധിയും വിവരമില്ലാത്തവരല്ലേ ഇത് പെട്ടുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർമാർക്കൊക്കെ അറിയാമല്ലോ. അല്ലാത്ത ലേസം ബുദ്ധിയുള്ളവനും ചോർന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും ഈ മരിച്ചു കഴിഞ്ഞാൽ ലിവർ കഴിഞ്ഞു. നിങ്ങളെ അറിവ് പറ്റുമോ? ഇല്ല, അതിന് സമയമുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ എടുക്കണം, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ആ മരിച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ ഈ വീഡിയോ എപ്പോഴും ഉണ്ടല്ലോ. ആ വീഡിയോ കണ്ടുക്കുന്നോ? കണ്ടു. ആ അത്രയും ആൾക്കാരെ ഈ പ്രവാസികൾ പറഞ്ഞതാക്കിയിട്ട് കുറച്ച് പൈസയും കാര്യമൊക്കെ അള്ള എടുത്ത് തരുന്ന വെച്ചാൽ നമ്മൾ ആളെ മറന്നാൽ നമ്മളെ മക്കൾ തന്നെ അത് അനുഭവിക്കും. ഈ ഒരു വാക്കുകൊണ്ട് എത്ര മനുഷ്യന്മാർ ബുദ്ധിമുട്ടായിരുന്നു, എത്ര ആൾക്കാർ. ഇതൊക്കെ ശപിക്കുന്നവരെ ഓൻ്റെ അമ്മനെയും പാപ്പനെയും അല്ലേ. നിങ്ങൾ കൊണ്ടിപ്പോൾ ഫേസ്ബുക്കിൽ വേണ്ടാത്ത 1 2 പ്രാവശ്യം ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കണം. അപ്പം നമുക്കിത് വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കാത്തത്. പിന്നെ ആൾക്കാർ ഒരുത്തനെ പൊന്തിക്കണം താത്തണമെങ്കിലും അള്ള തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾ താത്തനെ പൊന്തിക്കണം അല്ല. ഇത് ഒബലിക്ക് എല്ലാവരും എന്താ ഇതിൻ്റെ ദേഷ്യം വെച്ചാൽ ഈ പ്രവാസികാർ കിട്ടിയാലാണ് ഇവരൊക്കെ വയ്യേക്കും. ഇവർ ഇതിൻ്റെ മുമ്പേ ഉണ്ട്, പറഞ്ഞതിൻ്റെ മുമ്പേ ഉണ്ട്. ഈ പറഞ്ഞ തന്നെ സലാലെ നിർത്തൻ കൊണ്ട് ഞാൻ മരിച്ചു എന്നിട്ട് പോസ്റ്റ് ഇടിപ്പിച്ചിരുന്നു. അത് കണ്ടിനോ? ഇല്ല. അവിടെ ഇടിപ്പിച്ചിരുന്നു. ഞാനന്ന് ഈ പോസ്റ്റ് കാണുന്നത് ഞാനിരുന്ന ചെന്നൈയിൽ ഒരു പരിപാടി പോയപ്പോൾ അവിടെ നിന്ന് തന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. നമ്മളെ ഗോകുല പോരാട്ടനും ഉണ്ട് അന്ന് ഇപ്പോഴുള്ള പരിപാടി. അങ്ങനെയാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലുകാർ ചോദിക്കും അത്രയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിക്കുന്നല്ലോ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിയുന്നത്. ഇവർ കുറച്ച് ദിവസം കുറേ വയ്യേ കൂടുന്നു. എന്താ കാരണം? ഞാൻ എൻ്റെ ജീവിതത്തിൽ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ആൾക്കാരോ പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന ഈ പൈസ കൊടുത്തിട്ട് അല്ലാതെ ഇപ്പം എന്താ ചെയ്യുമോ? നിങ്ങൾക്കൊണ്ട് ഇപ്പം എന്തോ ഇതുണ്ടോ നിങ്ങൾ പേര് പറയാം, അതാണ് ഒരു അന്തസ് അല്ലേ. പേര് അറിയാണ്ട് ഓനെ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നോ? ഇവിടെ പിന്നെ നിയമം തട്ടിപ്പാന്ന് ഉറപ്പല്ലേ പറഞ്ഞത്. നാട്ടിലെ പോലെ ആരുടെ പേരിലും എന്തും പറയാൻ പറ്റും. നാട്ടിൽ അറിയില്ല, നാട്ടിലത്തെ പേര് അറിയില്ല. നാട്ടിലും ഗവൺമെൻറ്റിന് നിയമത്തിൻ്റെ നാട്ടിലും വലിയ മോശമൊന്നുമില്ല. ഇത് ഫേസ്ബുക്കിൽ ആളെ കിട്ടണം, അത് കണ്ടിട്ട് അല്ലാണ്ട്. പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഞാനിവിടുന്ന് പോയാൽ ഈ പറയുന്നവരൊക്കെ ട്രാവൽസും കാര്യമൊക്കെ ഉള്ളതല്ല, ഒരു എന്തും നടക്കും, അങ്ങനെയും ചെയ്യും. ഈ നമ്മൾ ഇപ്പം ഉണ്ടായ വിവാദം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു 10-22 വർഷങ്ങളായിട്ട് ഈ കുറേ മൃതദേഹങ്ങൾ കയറ്റി വിടുന്നതിന് മുമ്പ് ഇതിലും ചെറിയ ചെറിയ വിവാദങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലേ? ആത്മഹത്യയായി ബന്ധപ്പെട്ട് വലിയ വാർത്താ പ്രാധാന്യം, ഒരു വ്ളോഗർ മരിച്ചതായി ബന്ധപ്പെട്ടൊക്കെ അതെന്തായിരുന്നു ആ ഒരു ഇൻസിഡന്റ്? അത് ഇവിടുന്ന് റൂമിൽ നിന്ന് ആത്മഹത്യ ചെയ്തതാ. ആത്മഹത്യ ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, പോലീസും ഡോക്ടറും എന്ത് ചെയ്യും, മനുഷ്യനല്ലേ വിചാരിച്ചിട്ട് ഞാൻ പേപ്പർ തരും. ചെക്ക് ചെയ്തിട്ട് ആ പേപ്പർ തരാം, നല്ലോണം ചെക്ക് ചെയ്ത് ആ പേപ്പർ തന്ന് ഇവന് വേറൊരുത്തനും കൂടി കുത്തിപ്പൊത്തിച്ച്. എന്നിട്ട് ഇവിടുന്ന് ഈ പെണ്ണിനെ കയറ്റി വിട്ടിട്ട് നാട്ടിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് രണ്ടാമത് അടക്കം ചെയ്ത്. ആദ്യം മറവ് ചെയ്ത് പിന്നെ 4 ദിവസം ഞാൻ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്തോ പ്രശ്നമാക്കി ഓരോടെന്തോ പറഞ്ഞു കൊടുത്ത്, കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്ത്, ഇവനാ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇത് മാന്തിച്ച് ബ്ലോഗർമാരിലോട് കൂടി മാന്തിച്ച് രണ്ടാമത് മറവ് ചെയ്ത് പോസ്റ്റ് ഇന്ന് എന്ത് ചെയ്യാൻ. അങ്ങനെ എന്നെ താമരശ്ശേരി DYSP വിളിച്ച് ഞാൻ ചോദിച്ചു സാറേ ഇതാണ് സംഭവം, എൻ്റെ അറിയുന്ന സംഭവം ഇതാണ്. പിന്നെ പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചാണ്. ഇവർക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലായിട്ട് ഇവിടെ ഭർത്താവിന് മലബാർ ജില്ലയിലെ പൈസ കൊടുത്ത് കൂടെ പോകാൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് 700 റുപ്യയിലായിട്ട് മലബാർ ജില്ലയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇവരെ വീടിൻ്റെ അടുത്തുള്ള അൻസാരി എന്ന് പറഞ്ഞ എടുത്തുണ്ടായി. ഓനാണിനൊക്കെ മനക്കെട്ട് പാവം, ഓനും ചീത്തപ്പേരെ. അപ്പോൾ വില വിചാരം എന്താണെന്നോ ഇതൊന്നും അറിയാണ്ട് കയറ്റി വിട്ടുകൂടാണ് എന്താ ഇവനൊക്കെ വിചാരിക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത മൃതദേഹവും സാധാരണ മരണം സംഭവിച്ച മൃതദേഹവും കയറ്റി അയക്കുന്ന പ്രൊസീജിയറിൽ ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊസീജിയറിൽ എന്തെങ്കിലും വ്യത്യാസം? ഇല്ലല്ലോ, ഒരു മാറ്റമില്ല. ഇപ്പോൾ കൊലപാതകമാണെങ്കിലോ എല്ലാം ഒരു പേപ്പർ തന്നെ.
ഇന്നലെ ഇപ്പോൾ 23 വയസ്സുള്ള ഒരുത്തർ വെച്ച് ഇവിടെ ഗവൺമെൻറ് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഒരു മനുഷ്യനോട് ഒരു മനുഷ്യത്വം കാണിക്കും. അതിന് ഏത് ജാതി ആയിക്കോട്ടെ, ഒരു ജാതിയോ നാടൊന്നും ഇവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഈ കൊലപാതകമാണെങ്കിൽ അതൊരു കേസായിട്ടല്ലേ വരിക? പിന്നീട് കേസ് വരാൻ പിന്നീടാ വരിക. ആണോ? മൃതദേഹം വേഗം തന്നെ വെറുതെ വിടും, പിടിച്ചെടുക്കില്ല. കേസ് നടക്കും. കേസ് എടുക്കും. കേസ് എടുക്കുമ്പോൾ മദീനയിലെ ഒരാളെയൊക്കെ കുത്തിക്കൊന്നിപ്പോൾ 8-9 വർഷമായില്ല, അവനെ വരില്ല. നിയമത്തിന് ഇവിടെ ഒന്നും ചെയ്യാം. ഇത് നിയമവും കാര്യവും അറിയാണ്ട് ഈ വാട്സപ്പിൽ 24 മണി കളിക്കുമ്പോൾ ഫേസ്ബുക്ക് കളിക്കുകയാണ് ഈ പ്രശ്നം. ഇവിടെ നിയമത്തിൽ ഒരാൾക്കൊരു പിടിച്ച് തരില്ല. ഇവിടെ എല്ലാ സൗകര്യം ചോദിക്കുന്നത് എന്താ, നിങ്ങളിവിടെ വന്ന് അധ്വാനിക്കാൻ വന്ന് കുടുംബം പോരാന്ന് പൈസ ഉണ്ടാക്കി നിങ്ങൾ നാട്ടുകാർക്ക് നിങ്ങൾ ആരോ എന്തോ ചെയ്യുന്നു, ആരും ചെയ്യില്ലല്ലേ, ആവശ്യമില്ലാത്ത പഠിച്ചിരിക്കണം. നമ്മളെ നാട് പോലെ ജീവിക്കുന്ന സ്ഥലമായി അല്ലേ? അതെ, എല്ലാ സൗകര്യവും. ഞാനിപ്പോൾ ഇത്രയും കൊല്ലേ ഇന്നുവരെ എന്നെ പോലീസ് പിടിച്ചില്ല. പോലീസുകാർ ഗവൺമെൻറ്റായിട്ടാണ് നമ്മളിവിടെ ഉള്ളത്. എന്തെങ്കിലും ഒന്ന് കാണിച്ചൊരു ഐ ഡി കണ്ടത് ഷാർജ കോർട്ടിൽ പോകുമ്പോൾ പുറത്തുണ്ടാവും സി ഐ ഡികൾ. എപ്പോഴും ഓർക്ക് സി ഐ ഡിക്ക് അറിയാം ഇവർക്ക് നമ്മളെ ആരാണ് എങ്ങനെയൊക്കെ ഇവർക്ക് മനസ്സിലാവും. ഇവരെ ഓർമ്മയില്ലാത്ത ആൾക്കാരൊന്നുമല്ല. ഇവിടുത്തെ പോലീസിൻ്റെ എല്ലാ ഓരോരോ ആളും ഇവരെ പോലീസിനുണ്ടല്ലോ. അതിനോടല്ല ഇവിടെ സേഫ്റ്റി ഇത്രയേ. ഏത് സമയത്ത് നമുക്ക് ഇറങ്ങി നടക്കാമല്ലോ. അല്ലാത്ത ഒരാളാണോ അന്ന പോലും വിളിച്ച് ഐ ഡി ചോദിക്കില്ലേ. നിങ്ങൾ പത്രമല്ലേ ഇവിടെ 3 വർഷം എന്തോ പ്രശ്നമുണ്ടോ? ഇല്ല, അപ്പോൾ പ്രശ്നമില്ല. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ആ, അത് മുമ്പ് 1 വർഷം വന്നിട്ട് പോയത്. അപ്പം രാത്രി ഇറങ്ങി പെണ്ണുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഇറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലം യു എ തന്നെ. ഇവിടുത്തെ കാര്യം കൊണ്ട് 100% നമ്മൾ സേഫ്റ്റിയാണ്. സ്വാഭാവികമായ മരണമല്ലാതെ ഈ ക്രൈം റിലേറ്റഡ് മരണങ്ങൾ പ്രവാസികൾക്കിടയിൽ കൂടുന്നുണ്ടോ? ഇപ്പം കൂടുന്നുണ്ട്. എന്തായിരിക്കാം കാരണം? കാരണം എന്ന് വെച്ചാൽ ഇവർ നാട്ടിൽ നിന്ന് വരും, റൂമിൽ കിടക്കും. റൂമിൽ ഒരു 8 ആൾ. പണ്ടത്തെ പ്രവാസി എന്ന് പറഞ്ഞാൽ ഡബിൾ കട്ടിലുള്ള പ്രവാസി എത്രയോ റൂം തേരയിലും ഇവിടെ അജ്മാൻ ഇവിടെ ഒക്കെ ഉണ്ട്. അന്നത്തെ ഈ റൂമിൽ എന്താ ഒരു 10 ആയാൽ ലൈറ്റ് ഓഫ് ആകും. പിന്നെ വരുന്നതിന് ഇറ്റത്താണ് എന്തോ ചെയ്ത് ഞാൻ കിടക്കുക. അങ്ങനെ ചിറ്റനെ പ്രവാസി ജീവിച്ച് അത് പ്രശ്നമില്ല. അതിലൊരു ഒത്തൊരുമുണ്ടായി ഭക്ഷണം വെക്കുകയും. ഇപ്പോഴൊന്നും രണ്ടാമത് അപ്പോൾ വിളിച്ച് ഫാസ്റ്റ് ഫുഡ് നമ്മളെ വീട്ടിലെ അവസ്ഥ തന്നെ. അപ്പോൾ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുന്നത് ഭക്ഷണം ഇപ്പോൾ ഉണ്ടാക്കുന്ന ആളുകൾ ആരാളുള്ളത്? വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് ഈ മരണം കൂടി, ആത്മഹത്യ കൂടി, കൊലപാതകം കൂടി. കാരണം ഒരു സ്വയച്ചാർജ് ബന്ധവുമില്ല. ഞാനൊരു സൗദിയിലെ പ്രവാസിയായി നിന്ന അന്ന് 4 വർഷം വരെ ഭക്ഷണം വെച്ച് കഴിച്ചാണ്. തിരുവനന്തപുരത്തുകാരുണ്ട്, കൊല്ലത്തുകാരുണ്ട്, കാസർഗോട്ടുകാരുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അന്നൊന്നും ഒരു പ്രവാസി പറഞ്ഞാൽ അന്നും ഇവിടെയും ഫസ്റ്റിലൊന്നും പ്രവാസി പറഞ്ഞാൽ നല്ല പ്രവാസികൾ ബന്ധവും കാര്യം. പണ്ടത്തെ പ്രവാസികൾ ഇപ്പോഴും പ്രശ്നമില്ലല്ലോ. പുതിയ ഇങ്ങനത്തെ വാട്സപ്പും ഫേസ്ബുക്കുകാരും വന്നാലല്ലേ ഇങ്ങനെ പ്രശ്നമാണ്. എന്തായിരിക്കാം കോർ റീസൺ? എന്തായിരിക്കാം? ഒരാളുകളായിട്ട് ബന്ധപ്പെടുന്നില്ല. ഈ അറ്റാക്ക് വരാൻ തന്നെ കാരണം അതാ. നമ്മളിപ്പോൾ നമ്മൾ കുറഞ്ഞ കാലം ലോകത്ത് ജീവിക്കും. ഒരു 65, 70, 50 വയസ്സ് നിൽക്കുകയായിരിക്കും. അന്നേരത്ത് ആ സ്ഥാനത്ത് നിന്ന് പ്രവാസികൾ 30, 25, 40 വയസ്സാകുമ്പോൾ മരണപ്പെട്ടു പോവുക അറ്റാക്കായിട്ട്. എന്താ കാരണം? നമ്മളെ ഒരു വിഷമം. നിങ്ങളെപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ എനിക്ക് ഒരു സമാധാനം കിട്ടും അല്ലേ? സംസാരിച്ച് വിഷമങ്ങൾ പറയാൻ പറ്റും. നമ്മളിത് പറയുന്നത് തന്നെ ഈ ജിമ്മിലും കരാട്ടക്കും കുസ്തിക്കൊന്നും നമ്മൾ പോകണമില്ല. നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് പോകണമെന്ന് നമ്മൾ റിലേറ്റ് ചെയ്യാൻ നമ്മളെ ഫ്രീ കിട്ടുമ്പോൾ 1 മണിക്കൂർ നമ്മൾ കൂട്ടുകാരുടെ ബന്ധക്കാരുടെ നാട്ടുകാർ സംസാരിച്ചത് അതിനെ പോലെ ആയുസ് നീട്ടിയുള്ള സംഭവം ലോകത്തില്ല. ഈ യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ ഇത്തരം ഇപ്പോൾ ഒരു മാർച്ച് മാസത്തിൽ വളരെ കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നുപോയത്. ആ ഘട്ടത്തിൽ ഇത്തരം മൃതദേഹങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ അത്തരം കേസുകൾ വരികയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യുദ്ധം വന്നു അന്നും ഇന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് എവിടെ ഒരു ഫ്ലൈറ്റോ ബോഡിയോ ഒന്നും ബ്ലോക്ക് ആയില്ല. ഇല്ല. ആ സമയത്തും ഇവിടുന്ന് ഒരു പ്രശ്നമില്ലാണ്ട് പേപ്പറൊക്കെ ഒക്കെ റെഡി, ഡോക്യുമെൻറ്റ്സ്. പോലീസ് എവിടെ പോയാലും അതിൻ്റെ ഒരു കാരണം വന്ന് പിടിച്ചില്ല. ഇല്ല. വേറെ പല രാജ്യങ്ങളൊന്നും അങ്ങനെ വരാണ്ട് നിൽക്കുന്നുണ്ടോ? ഫ്ലൈറ്റ് പോകാണ്ടോ അങ്ങനെ ആയിട്ട്. ഇവിടെ ഫ്ലൈറ്റ് പോയിക്കുന്നു, ബോഡിയൊക്കെ പോയിക്കുന്നു. അതിനൊക്കെ വരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ എമർജൻസിലാണോ 2-3 ബോഡി കയറ്റു, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു കാരണം വന്ന് ഓഫീസിൽ പോയാൽ പേപ്പർ തരാണ്ടിരിക്കുക അതൊന്നുമില്ല. ഈ ഒരു വിവാദങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകർക്കിടയിൽ വലിയൊരു മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിരുന്നു. പേഴ്സണലി സംസാരിക്കലുണ്ടോ? പല ആളും കുറേ ആൾ എന്തോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ റാസായം ഒരു പൈസ നടത്തിയുണ്ട്. ഓന് റവന്യൂ സ്കീം അടുത്തവനാ
ഓൻ്റെ ജോലി കഴിഞ്ഞിട്ടാണ് പോയി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വിളിക്കുമാവെന്ന് പറയും, പിന്നെ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. പിന്നെ ദൈവത്തിലുള്ള സെലിയുണ്ടോ വലിയ പണി എടുക്കുവാനാ. ഓലൊക്കെ ഈ ചാരി ചെയ്ത് കൊടുക്കിയിട്ടുള്ള. പിന്നെ പൂജേരൊരു മൂസുണ്ട്. ഓല് സ്വന്തം ബിസിനസ് കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ സഹായിച്ചു കൊടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ അബൂബക്കർ ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ അവതാരം എടുത്ത മരിച്ചില്ല, അവരുടെ നമ്പർ കൊടുത്തിട്ടാണ്. ഓലൊക്കെ വേറെ പണിയിലിട്ട് പോയി സഹായിച്ചു കൊടുക്കുന്നതാണ്. ഒക്കെ വെറുപ്പേ ഈ വില ഇട്ടോട്ടെ, വില 10 2 ബോഡി കയറ്റി വിട്ടിട്ട് ചെയ്തോട്ടെ. ഏതോ ഒരു പേപ്പർ കൊണ്ട് ഇത്ര പറഞ്ഞാൽ 3060 ദിർഹംസ് കൊടുക്കണം ഷാർജയിൽ എംബാമിങ്ങിന്. ദുബായിലാണ് 3130 ആണ്. പിന്നെ ഇവർക്കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ടോ? ഉപകാരം കിട്ടിയില്ല എന്നും പറയില്ല. ഫേസ്ബുക്കുകാർ കൊണ്ട് ഇവരെക്കൊണ്ട് നല്ലൊരു ഉപകാരം ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം ഒരു അസൈൻമെൻ്റൊന്നും പൈസ വേണ്ടായി ആംബുലൻസിന്. ഇപ്പോൾ 1575 ദിർഹംസ് കൊടുക്കണം. പിന്നെ ഫുജേറിന് 2000 കൊടുക്കണം. ഇപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിക്കുന്നത് അവർക്കുണ്ട്. ജനങ്ങൾക്ക് ഉപകാരം കിട്ടിക്കുന്നത്. ഒരു മയ്യത്തിന് ഇതിൽ 4 കയറ്റിയാൽ ദുബായിൽ നിന്ന് ഇപ്പോൾ 4 മയ്യത്ത് കയറ്റും. ഒന്നിന് 200 രൂപ കൊടുക്കണം. ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അഷ്റഫ്ക്കാക്ക്. ആ ബിസിനസ്സിൻ്റെ ഇടയിൽ ഇതിന് ഇത്രയും അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടിയാണല്ലോ. ഇതെങ്ങനെയാണ് സമയം മാനേജ് ചെയ്യുന്നത്? ഈ അളിയനും എൻ്റെ ഏട്ടനും ഒരാണ് നോക്കുക. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ ടീമായിട്ടാണ് ഇത്. ആണ്. പിന്നെ ഒന്നാണ് കപ്തീരിയ ഉണ്ട്. അങ്ങനെ കുറേ ചെറിയ ചെറിയ പൈസ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഞാൻ പറയും ഇതിന് കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആണോ, നല്ല ടൈമാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യുന്നത് വെച്ചാൽ ഇവരെ വെച്ചിട്ട് മാനേജ് ഒരു നോക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. പിന്നെ ചെറിയ ഒന്നാണ്ട് ബിസിനസ് വേറെ ആൾക്കാർ ഷെയർ ഉണ്ട്. ഈ നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ കുറേ കാലം ഉദ്യോഗസ്ഥർ എവിടെ പോലും ഓർക്ക് അറിയാം. ഇതാ പിന്നെ എവിടെ ആയാലും നമ്മൾ ടോക്കൺ അടിക്കുന്നൊന്നും വേണ്ട. അഷ്റഫ്ക്കെ കണ്ടങ്ങ് ഇന്നലെ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ബോഡി ആയിട്ട് അവിടെ ടോക്കൺ എടുത്ത് ഇരിക്കുന്നവർ നോർത്ത് ഇന്ത്യക്കാരാണ്. ഞാൻ ചിന്തിച്ച് ഇതാണ് നിങ്ങൾ പേപ്പർ വേറെ കൊടുത്ത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കേസുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ പിന്നെ എന്താ പറയുക, പുലിവാൽ പിടിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ അതിൽ ഇടപെട്ടിട്ട് പിന്നീട് വലിയ പ്രശ്നങ്ങളാവുക അല്ലെങ്കിൽ നമുക്ക് തന്നെ വലിയ ബാധ്യത, അങ്ങനെ രസകരമായിട്ട് ഓർക്കുന്ന ഏതെങ്കിലും? ഇല്ല, ഇപ്പോൾ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ, ഞാൻ സോഷ്യൽ വർക്കാർ ഇറങ്ങുന്ന 1-2 ആൾക്കാരുണ്ട്. ഓല് ചിലപ്പോൾ കൊണ്ടുപോകുന്ന പോകാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടല്ലോ. ഇപ്പോൾ ദുബായിലാണ് KMCCൻ്റെ ഒരു ഇബ്രാഹിച്ച് ഉണ്ട്. ഓനാണ് പ്രശ്നമല്ല, ഓനാണ് ഇതിൻ്റെ നിയമം അറിയാം. ഇത് അറിവിടാത്ത ഒരുത്തനോട് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഒന്നും അറിവിടാത്ത. ഞാൻ 20 കൊല്ലം ഇവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ ഈ മരിച്ചേറ്റൊക്കെ ബുദ്ധിമുട്ട് ഓരോ സമയത്ത് പോകില്ല. ഒന്നും അറിവാണ്ട് ഞാൻ ആളാന്ന് പറഞ്ഞിട്ട് അത് ഇവർക്കൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒരു ഉപായം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഇബ്രാഹിം ചാറിനെ കുറേ കാലം ഈ ഉദവി കേസ് ഇബ്രാഹിം ചെയ്യൽ ഒരിപ്പോഴും ഉണ്ട്. ഒരാട്ടോടെ പോകുമ്പോഴാണ് ഇത്ര ബുദ്ധിമുട്ടാകുന്നത്. മരണം പല രീതിയിൽ സംഭവിക്കാമല്ലോ. ഇപ്പോൾ അപകടം ഉണ്ടാവും, പിന്നെ സ്വയം ആത്മഹത്യകളൊക്കെ, അങ്ങനത്തെ കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ആത്മഹത്യകൾ? നമ്മളൊരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളുടെയും ഒരു 10-12 വർഷം മുമ്പ് അയാൾ മോളും ഭാര്യയും മരിച്ചിട്ട് ഒരുവിധം സിനിമ ആളെ വരാകുമ്പോൾ പറയില്ല. സിനിമക്ക് വലിയ ഇവരൊക്കെ വന്നാൽ ഇവരെ വീട്ടിലെ താമസം. ഇവരെ ഒരു തിയേറ്റർ ഉണ്ടായി ഹോളിൽ, ഞാൻ മരിച്ചെന്ന് പോയി കാണാൻ. ഹോളിൽ ഇങ്ങനത്തെ വലിയൊരു ഹോളിൽ തിയേറ്ററുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് വിരൽ ഇവിടെ താമസവും ഇവരെ വീട്ടിൽ. അയാൾ നല്ലൊരു മനുഷ്യനായി. അങ്ങനെ അയാളെന്തോ സാമ്പത്തികമായിട്ട് മുകളെ പില്ലോ വെച്ചിട്ട് അമർത്തി കൊന്ന്. ഇപ്പോൾ ഇയാളും കയ്യിൻ്റെ എലുമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത്, ഭാര്യയെ ആത്മഹത്യ ചെയ്ത്, എന്നിട്ട് മൊത്തം ബ്ലഡായി. അങ്ങനെ ഇയാളെ അനിയന് ഒരുവിധം കേട്ടാൽ അവർക്ക് മനസ്സിലാവും. ഇയാളെ അനിയന് ഒമാനിൽ നിന്ന് വന്നിട്ട് അന്ന് ദുബായിൽ ഷാർജയിൽ ദയിപ്പിക്കാൻ 300 ദിർഹംസല്ലോ. അങ്ങനെ വലിയ പൈസ എല്ലായിട്ട് ഷാർജ കൊണ്ടുവന്നിട്ട് ആ ബോഡി ദയിപ്പിച്ച്. അത് വരെ എല്ലാവരും ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന നടന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ പല വീട്ടിൽ നിന്നേ താമസിക്കില്ല. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ അങ്ങനെ ആൾക്കാർക്കുള്ളൂ. അങ്ങനെയുള്ളൊരു നമുക്ക് പൈസയും കാര്യമുണ്ടോ എല്ലാവരും നമ്മളെ സഹായിക്കില്ല, ഒരാളും സഹായിക്കില്ല. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ നമ്മളെ കുടുംബം വരെ സഹായിക്കാത്തടുത്ത് എത്തിയമാണ്. ഈ കുടുംബം ഏറ്റെടുക്കാത്ത കേസുകളുണ്ടോ? അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ചെന്നൈയിൽ ഒരു അമ്മയുള്ളൂ, അച്ഛൻ മരിച്ചു വയ്ക്കുന്നത്. ഒരാരും ഏറ്റെടുത്തില്ല. അമ്മ പ്രായം ചെന്ന അമ്മൻ്റെ ആട് കൊണ്ടുപോയിട്ട് ഒരു ഹിന്ദു ഫാമിലിയാണ്. പൈസയൊന്നുമില്ല. നാടെന്തോ 40,000-30,000 ദയിപ്പിക്കാൻ. അങ്ങനെ BJPൻ്റെ ഒരാൾ ഉണ്ട്, നമ്മളെ കൂട്ടുകാരുണ്ട് ആടെ ചെന്നൈയിൽ. ഞാൻ വിളിച്ചിങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അസറഫ് കൈകൾ കയറ്റിയിട്ടുള്ളൂ. അമ്മ കാണണമെന്ന് പറയുന്നു കൂടി, ബാക്കിയുള്ളവർ കണ്ടാന്ന് പറഞ്ഞു, ഭാര്യ മക്കളും വേണ്ടാന്ന് പറഞ്ഞു.
അങ്ങനെ അവിടുന്ന് ആൾക്കാരുടെ പൈസ അടിച്ച് ബോഡി കയറ്റി വിട്ട് ഇവന് അമ്മനെ കൊണ്ടുപോയി കാണിച്ചെടുത്ത് അമ്മനെ കൂട്ടിയാണ് ദയിപ്പിച്ചു. അങ്ങനത്തെ കുറേ ഇടം പോകാനും ബുദ്ധിമുട്ടൊരു കാര്യത്തിൽ ആൾക്കാരെ സഹായിക്കും. സഹായിക്കുന്ന ആൾ ഇപ്പോഴും ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ കുടുംബക്കാർ ഇപ്പോൾ ഇത്രയും കാലം ഒരു കുറേ വർഷം ഇവിടെ അധ്വാനിച്ച് കുടുംബത്തെ നോക്കി നിൽക്കുന്ന പ്രവാസികൾ അവസാനം മരിച്ചിട്ട് മൃതദേഹം പോലെ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഇതെങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഇപ്പോഴും തന്നെ 6 മാസമായിട്ട് കുടുംബം ഏറ്റെടുക്കാത്ത ബോഡിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഇത് മതി. ആൾക്കാർ ചോദിച്ചാൽ പറയും. പിന്നെ നമ്മോട് ചൂടാ കഴിയും വിളിക്കുമ്പോൾ. കാരണം നമ്മളോട് വിളിച്ചാൽ പറയും ഇങ്ങനെ എന്താ ബുദ്ധിമുട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിയും. പിന്നെ കുറേ ഇവിടെ അടുക്കും ചെയ്യും. ഇവിടെ കുറച്ച് ദിവസം വെച്ചിട്ട് പിന്നെ ഇവിടെ അടുക്കും ചെയ്യും. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും നാട്ടിൽ ഐറ്റം എത്തിച്ച് കൊടുക്കുക. ചില ഈ അമ്മമാർക്കൊന്നും അറിയില്ല. ഈ മക്കൾ മരിച്ചാൽ ബാക്കിയുള്ളവർ അറിവ് വേണ്ട അറിയും. ഈ അമ്മമാർക്ക് എന്തായിട്ടുള്ള മറക്കാൻ കഴിയില്ലല്ലോ മക്കളാണ്. അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കൂടിയാ വന്നിരിക്കുന്ന അനുഭവം. ആദ്യമൊന്നും അത്ര ഉണ്ടായില്ലായിരുന്നു. ഇപ്പോൾ ആദ്യം ചിലവർ ചോദിക്കും പൈസ എന്തോ കിട്ടുമോ നിൽക്കും ആദ്യം. ചിലവർ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വണ്ടി തട്ടി ആക്സിഡൻറ്റ് കേസ് പോലെ 1-2 ലക്ഷം രൂപ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നാട്ടിൽ. ഇപ്പോൾ ഇൻഷുറൻസിന് വേണ്ടി അതുകൊണ്ട് ആൾക്കാർ ഇൻഷുറൻസ് കിട്ടുമെന്ന് വെച്ചാൽ എല്ലാവരും പാഞ്ഞു വരും. അതൊന്നും പണ്ടില്ലാത്തൊരു സംഭവം. ഒരു 5-10 വർഷത്തിന് ഇങ്ങോട്ടാണ് ഇതൊക്കെ വന്നത്. അല്ലെങ്കിൽ മരിച്ചാൽ എങ്ങനെയെങ്കിലും ആൾക്കാർ ഏറ്റെടുക്കുക. ഞാൻ വെച്ചാൽ എപ്പോഴും ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ പോലും ഇത് മരിച്ച ആളുകൾ അല്ലെങ്കിൽ മരണം, അപകടം, ഇതാണല്ലോ നമ്മൾ ഇടപെടുന്ന ഒരു ഏരിയ. ഇത് കണ്ട് എന്താ പറയുക, ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു മതിയാക്കണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും? ഇല്ല ഇത് മടുപ്പ് അങ്ങനെ. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ 2-3-4 മയ്യത്തുണ്ടവർ വൈകുന്നേരം മുന്നോട് വീട്ടിലെത്തിയവനങ്ങ് മറന്നു. പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ചിന്തിക്കാൻ കഴിയൂല. ഇങ്ങനെ ടെൻഷനാകും. പിന്നെ ചിലർ ഈ ഭർത്താക്കാനും മരിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ കരഞ്ഞ് ബോധമല്ലാണ്ടായി ആംബുലൻസ് വിളിക്കലൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലർ ഇപ്പം അടുത്ത് ഒരു 10-8 വർഷം കഴിഞ്ഞിട്ടു ഭാര്യനെ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഭർത്താവ് മരിച്ചു. ഭാര്യ ഇവിടെ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൾ ഇവിടെ എന്തോ നല്ല ജോലി ചെയ്യുക. മരിച്ചു കഴിഞ്ഞാൽ അവളിനെ വിളിച്ച് അങ്ങനെ എൻ്റെ ഭർത്താവായി പൈസ ഒക്കെ ഞാൻ തരുന്നിട്ട് അവൾ തന്നെ വന്ന് പേപ്പറും പൈസ ഒക്കെ റെഡിയാക്കി. വളരെയധികം സന്തോഷം നമ്മളെ ഡീകോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിലേക്ക് വന്നതും താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാണ്. താങ്ക് യു സോ മച്ച്. ഇത് എല്ലാവരെയും ജനങ്ങളെ എത്തിക്കാൻ അതുപോലെ നന്മ വരട്ടെ. അതെ, ഇൻഷാ അല്ലാഹ്.